നമസ്കാരം. വെള്ളം കുടിക്കുന്നുണ്ടോ? മഴയില്ല, എന്തിനാ വെള്ളം കുടിക്കുന്നത്? മഴയായാലും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഒരു ഈദ് ലുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോസ്റ്റ്യൂംസ് ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല, കാരണം ഞാൻ വീട്ടിലല്ല. ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ടോപ്പും ദുപ്പട്ടയുണ്ട്, അടിപൊളിയാണ്. സ്ലീവ്ലെസ് ആണ്, പക്ഷെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ലെൻസ് വെച്ചു കൊടുക്കാം. എനിക്ക് സൗണ്ട് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, കാരണം എന്തെങ്കിലും മയക്കും കോപ്പും ഇല്ല. ലെൻസ് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ലെൻസ് എങ്ങനെയാണ് വെക്കണേന്നാണ്. ഐ മീൻ എനിക്ക് ലെൻസ് വെക്കാൻ അറിയാം, ബട്ട് ഒരുപാട് സമയമെടുക്കും എനിക്ക് ലെൻസ് വെക്കാൻ. എനിക്ക് പറ്റുന്നില്ല വായിസ് ലെൻസ് വെക്കാൻ. അതിൽ എന്തിനാ ലെൻസൊക്കെ വയ്ക്കുന്നത്? അതിന് നീല ലെൻസായിരിക്കുന്നത്, കൊള്ളത്തിരിക്കുന്നില്ല ലെൻസ്. ക്ലീൻ ലെൻസ് വേണ്ട. ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്യുക ആദ്യം, അതിനുശേഷം പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ഹെവി, എനിക്ക് അധികം അറിയില്ല മേക്കപ്പ് ഇടാൻ. ഭയങ്കരമായിട്ട് അറിയാമെന്ന് വെച്ചാൽ അറിയില്ല, എന്നാൽ അറിഞ്ഞൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ഇടും. പക്ഷെ എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇടും, അത്രയേ ഉള്ളൂ. ക്യാമറ ഇവിടെയാണ് ശരിക്കും നോക്കാറുള്ളത്, നോക്കി ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ മുഖത്ത് മേക്കപ്പ് ഇടും. അപ്പോൾ ഇവിടെ തന്നെ നോക്കണ്ടേ? സാധാരണ എല്ലാവരും വെളുക്കാൻ വേണ്ടി, ഐ മീൻ കറുത്ത പാടുകൾ മറയ്ക്കുമല്ലേ ചെയ്യുന്നത്. ഞാൻ വെളുത്ത പാടുകളാണ് മറയ്ക്കുന്നത്, കാരണം എനിക്ക് സൺബേൺ ഉണ്ട്. അപ്പം അവിടെ ഇവിടെ കുറച്ച് വെള്ള പാടുകളുണ്ട്, അത് മറച്ച് എനിക്ക് കറുത്ത പാടുകൾ ആക്കണം. കറുത്ത പാടുകളില്ല, ഐ മീൻ എൻ്റെ സ്കിൻ കളർ ആക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഈ പിമ്പിൾസ് വരുന്നത് ഭയങ്കര ബോധേഡായിട്ടുള്ള ഒരാളല്ലേ. കാരണം പിമ്പിൾസൊക്കെ ഞാനൊരു +1 പഠിക്കുമ്പം എൻ്റെ മുഖത്ത് ഫുൾ പിമ്പിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിമ്പിൾ വരുന്നതിന് ഇപ്പോൾ സങ്കടമൊന്നുമില്ല, കാരണം അന്ന് കുറേ സങ്കടപ്പെട്ടു. വീണ്ടും ഒരേ കാര്യത്തിൽ സങ്കടപ്പെടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഐബ്രോസ് ത്രെഡ് ചെയ്യാറായി, ചെയ്യണം. നല്ല പാർലർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും ചെയ്യുന്ന പാർലറിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം, പക്ഷെ എന്നും ചെയ്യുന്ന പാർലറിൽ എന്ന് പോകാൻ. ഫൗണ്ടേഷൻ ഇട്ട് സ്വയം കറക്കുന്ന ആൾക്കാരെ കണ്ടു ഞാൻ. എല്ലാവരും പറയും ഫൗണ്ടേഷൻ ഇടുന്ന മേക്കപ്പ് ഇടുന്ന വെളുക്കാനാണ്, പക്ഷെ ഞാൻ കറക്കും. ഞാൻ എന്നെക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്തെന്ന് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുന്നത്. ആദ്യം പണ്ട് വൈറ്റ് ആയിരുന്നു യൂസ് ചെയ്യുന്ന, അപ്പം എന്തോ അങ്ങോട്ട് ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നിയോണ്ട് ഇപ്പം ഞാൻ ഫുള്ള് ഡാർക്കാണ്, ഒരു ഷെയ്ഡ് ഡാർക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കറുത്തിരിക്കുമെങ്കിലും ഓക്കെയാണ്. ലൈക്ക് പിഗ്മെന്റഡ് ആയിട്ട് ഒരുമാതിരി പല കളറിൽ ഇരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഇപ്പം സമയം 12:45. പിന്നെ ഇതിൽ പാതിരാത്രി ഉറക്കമൊന്നും ഇല്ലെന്നില്ല നിങ്ങൾ വിചാരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മൊത്തം കിടന്നുറങ്ങിയിട്ട് രാത്രിയാണ് എനിക്ക് പണിക്ക് പോകാനുള്ളത്. ആ ഒരു രീതിയിലാണ് കേട്ടോ. പാടുകളൊക്കെ ഒരുവിധം മറഞ്ഞിട്ടുണ്ട്, ഒരു ഫിനിഷിങ് വന്ന പോലെ എനിക്ക് തോന്നി. ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്യണം, അതൊക്കെ ചെയ്യാം. ഇപ്പം കുറച്ച് ഓക്കെ ആണെന്ന് തോന്നുന്നു. കൺസീലർ ഇൻസൈറ്റിൻ്റെ ഒരു പാലറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ സംസാരം കുറച്ച് ആർട്ടിഫിഷ്യൽ ആയി പോകുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. നല്ല വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങി സംസാരിക്കാൻ പറ്റത്തില്ല, കുറച്ച് മര്യാദയൊക്കെ വേണം. വിചാരിക്കും ഇതാണ് നിന്റെ മര്യാദ, ഇതാണ് എൻ്റെ മര്യാദ. നേരിട്ട് കാണാൻ ബോറായിട്ടുണ്ട്. നമ്മളെ അങ്ങനെയൊന്നും എനിക്ക് ഞാൻ തോന്നുന്നില്ല. ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണ് പറയത്തില്ല, ശരിയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കും, പക്ഷെ ഒരുങ്ങി ഇറങ്ങി കഴിയുമ്പോൾ രസമായിരിക്കും. അതുകൊണ്ട് ട്രസ്റ്റ് ദ പ്രോസസ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് ഇത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വീടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു, ബട്ട് ഇതെൻ്റെ വീടല്ല, ഞാൻ റെൻ്റ് കൊടുത്ത് കിടക്കുന്ന ആരുടെയോ. നേരത്തെ ഫില്ലൊന്നും ചെയ്യത്തില്ലായിരുന്നു ഐബ്രോസ്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല പിരികമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എന്തോ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ തോന്നി, എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാറില്ലേ, ഇങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യാനുള്ളത് കൊണ്ട് മേടിച്ച് വയ്ക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലായത്. നല്ല രസമാണ് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ. ഞാൻ കൂടുതലും കണ്ട് ഈ ഒരു ഗ്രേ ഷെയ്ഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ബ്ലാക്ക് അത്ര കൂടെ ഇഷ്ടപ്പെടില്ല. അഥവാ ഞാൻ അല്ലെങ്കിൽ ഞാൻ ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും കൂടെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും. ഞാൻ ഇതൊക്കെ പറഞ്ഞു എനിക്കത് പറയാൻ കഴിയില്ല. ഇപ്പൊ തിരികെ എഴുതി കഴിയുമ്പോൾ എനിക്ക് ഇന്നത്തെ തന്നെ ഒരു ഭംഗിയായിട്ട് തോന്നും. തോന്നുന്നതായിരിക്കാം. കുറച്ച് കണ്ണിലാണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. നമ്മളൊരു മുസ്ലിം ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ മുസ്ലിംസ് കൂടുതലും കണ്ണിലാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം മസ്കാര ഇട്ട് കൊടുക്കാം. അതിൽ ലാഷസ് ഉണ്ട്, പക്ഷേ അത് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഇല്ല. അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്ന് പല സാധനങ്ങളും വീട്ടിലായിപ്പോയി, അതാണ് മെയിൻ പ്രശ്നം. അല്ലാതെ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തേ. മീഷോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മീഷോ അംബാസിഡറാണ്, അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യുന്നത്. ബട്ട് എല്ലാ സാധനവും വീട്ടിലാണ്. ഞാൻ ആ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവന്നുള്ളൂ. വീട്ടിൽ പോകുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുക്കാം, പക്ഷെ വീട്ടിൽ പോകുമ്പോൾ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. മൊത്തത്തിൽ ഒരു പുകയാണ്. എനിക്കങ്ങനെ ബ്ലഷ് ഇടുന്ന അങ്ങനെ ഇഷ്ടമൊന്നുമല്ലായിരുന്നു, ബട്ട് എന്തെന്നറിയില്ല, എനിക്ക് 2 ആഴ്ചയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
നിങ്ങൾ തെറ്റിത് കൂടി പോകുന്നില്ല, ഇതൊരു കൂടുതലല്ല. എനിക്ക് പൗഡർ ബ്ലഷിനേക്കാളും ഇങ്ങനത്തെ സ്റ്റിക്ക് ക്രീം ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബ്ലഷാണ് ഇഷ്ടം. പൗഡർ ബ്ലഷ് ഇടുമ്പോൾ എനിക്ക് അതെന്തോ ഒരു ബ്ലഷായിട്ട് തോന്നുന്നില്ല. ഇതാകുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷായിട്ട് എനിക്ക് തോന്നും. ഈ ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതൊരു പിങ്ക് കളറാണ്. അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡൊന്നും ഇടത്തില്ല, കൂടുതലും റെഡും മെറൂൺ. എനിക്ക് അതിൽ പിടിച്ചുള്ള കളിയാണ്, എനിക്ക് വേറൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിർത്തുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് സ്വയം തോന്നും ക്യൂട്ട്നെസ് കൂടി പോയോ. 2, എനിക്ക് തോന്നും ഞാൻ സ്വയം ക്രേവ് ആയോ. അതുകൊണ്ടാണ് ഇവനെ നിർത്തുന്നത്. പക്ഷെ പിന്നെ പ്രത്യേകിച്ച് എന്തോ ഇതിൽ തന്നെ വീണ്ടും വന്നു വരും. ഇത് നോക്കൂ ഗൈസ്, ഇതിൻ്റെ അകത്തിൽ നിന്നാണ് ഞാൻ ഓരോ സാധനങ്ങൾ പൊക്കിയെടുത്തോണ്ട് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ മൊത്തം ഇല്ലെങ്കിൽ വലിച്ച് വരി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ നേരത്തേക്ക് റെക്കോർഡ് ചെയ്ത് അത് ഭയങ്കര സമയം എടുക്കും. പിന്നെ എനിക്കിങ്ങനെ അലമ്പ് സാധനങ്ങളൊന്നും അങ്ങനെ യൂട്യൂബിൽ ഇഷ്ടമല്ല. എനിക്ക് കൂടുതലും എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി ഇടാനാണ് എനിക്കിഷ്ടമുള്ളത്. പെർഫെക്റ്റ് ആവുന്നുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഇങ്ങനെ ചവറ് പോലെ എന്തെങ്കിലുമൊക്കെ വാരി ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. ഐലൈനർ നമ്മൾ പ്രോ ഒന്നുമല്ല എനിക്കുള്ളത്, പക്ഷെ എനിക്കിഷ്ടമാണ്. ഈ ഒരു ഭാഗം വഴി തിന്നായിട്ട് ഇരുന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. പക്ഷേ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അതെനിക്കിഷ്ടം. ഇത് പെർഫെക്റ്റ് ആയി. ഇനി ഇത് പെർഫെക്റ്റ് ആവണമെങ്കിൽ ഞാൻ 2 ജന്മം ജനിക്കണം. ഞാൻ എപ്പോഴും പാടുള്ള ജോലി ആദ്യം ചെയ്യുന്നത്, എന്നിട്ട് പിന്നെ എളുപ്പമുള്ള ജോലിയിലോട്ട് പോകത്തുള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതുവരെ കാര്യത്തെ വീഡിയോ ആണോ? യൂട്യൂബ് ചാനൽ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് കണ്ടന്റ് ഡെറ്ററേഷൻ ഇതൊന്നും എന്നെ കൂടെ നടക്കുന്ന കേസല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. അപ്പം എഡിറ്റിങ്ങിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ കൂടുതലും. അതുകൊണ്ട് നിങ്ങളത് കണ്ടന്റ് എന്താണ് എന്ന് അന്വേഷിക്കേണ്ട, കാരണം കണ്ടന്റ് ഒന്നും ഇല്ല, എഡിറ്റിംഗ് അത്ര മതി. നമ്മൾ ഐഷാഡോ ഇടാൻ മറന്നുപോയി. ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് ഗ്ലിറ്റർ സാധനം കൊടുത്തുള്ളൂ, ഭയങ്കര കൊടുക്കുന്നില്ല. ഇനി കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല, കാരണം ഓൾറെഡി ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ടോ, ഇത് ഫ്ലൈറ്റിൻ്റെ സൗണ്ടോ? ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ദേഷ്യമാണ്. ഫ്ലൈറ്റിൻ്റെ സൗണ്ട് നിങ്ങൾ വിചാരിക്കും എവിടെ എന്തെങ്കിലും കൈ കൊണ്ടിരുന്നത്, എവിടെ കയ്യിൽ ബ്രഷൊന്നുമില്ല. എൻ്റെ കയ്യിൽ ബ്രഷും എല്ലാ സാധനങ്ങളും ഉണ്ട്, ഈ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും പറ്റില്ല, അതൊന്നും ഉപയോഗിക്കാൻ വയ്യ. ആദ്യം അങ്ങനെയൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മടിയായിട്ട് വലത്തിന് നിർത്തി. എപ്പോഴും ഞാൻ കുറച്ച് റെഡ് കളർ ഇങ്ങനെ തുളഞ്ഞ് നിൽക്കുന്ന കളറാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, ഇടണ്ട. അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. ഈ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. നിങ്ങൾ വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റ്. ഞാൻ വെച്ചാൽ ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ച് ട്രാൻസിഷനൊക്കെ ചെയ്യാമെന്നാണ്. പക്ഷേ പിന്നെ ഞാനിത് ഊരിയിട്ട് ഡ്രസ്സ് ഇടാതെ ഞാൻ ഹെയർ ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഹെയർ ഫുള്ള് അലമ്പാവും. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ട്രാൻസിഷൻ ചെയ്യാം. എപ്പോഴും ഇങ്ങനെ ചെയ്താൽ പിന്നെ മടുത്തു. ഇനി ഇങ്ങനെ ചെയ്താലോ? റെഡി 1 2 3. ഹെയർ നമ്മളൊന്നും ചെയ്തില്ല. എനിക്ക് കേൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഹെയർ എന്തായാലും തട്ടിടും, അപ്പോൾ പിന്നെ കേൾ ചെയ്തിട്ടും കാര്യമില്ല. ഹെയർ സിറം ഭയങ്കര ഇഷ്ടം. ഈ ഹെയർ സിറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഫാനൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തന്നെ. ഇവിടെ അതൊന്നും ഇല്ല. ഇവിടം വരെ സ്ട്രെയിറ്റ്, ഇവിടെ തൊട്ട് കേളി, ഇവിടം തൊട്ട് സ്ട്രെയിറ്റ്, ഇതാണ്. ആക്ച്വലി എൻ്റെ ഹെയർ ഇത്രയും കേളി ആയിരുന്നു. ഇത് മൊത്തം ട്രീറ്റഡ് ആണ്. ഇപ്പോൾ വരുന്ന മുടിയൊന്നും കേളാവുന്നുമില്ല. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാനൊരു 6 വട്ടം സ്മൂത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയർ. ഞാൻ +1 ലാസ്റ്റ് എന്തോ ആണ് സ്ട്രെയിറ്റ് ചെയ്യുന്നത് ഹെയർ ആദ്യമായിട്ട്. അപ്പോൾ അത്രയും വർഷം ചെയ്ത് എനിക്കൊന്നും ഒരു 6 മാസം ഗ്യാപ്പായപ്പം മുടിയുടെ ആ ഒരു മസിൽ മെമ്മറി കാരണം സ്വന്തമായിട്ട് സ്ട്രെയിറ്റ് ആയി തോന്നിയിരിക്കും. ഇപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യണ്ടല്ലോ, കാരണം സ്ട്രെയിറ്റ് ചെയ്ത് ഹെയർ ഫുള്ള് പോയി. അതുകൊണ്ട് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു എനിക്ക്. നമ്മളൊരു മുസ്ലിം ലുക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും ഐസിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ തട്ടം, പിന്നെ ഇയർ റിങ്സ് ഒക്കെയാണ്. ഇതിപ്പം സ്ലീവ്ലെസ് ഇട്ടിട്ട് എനിക്കെന്തോ ഒരു ഉടുപ്പില്ലാതിരിക്കുന്ന പോലെ തോന്നുന്നു. തട്ടമിടുമ്പോൾ ശരിയാവും, അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. വേറെ ഡ്രസ്സ് ഇല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും സ്ലീവ് ഉള്ള ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഈ പെട്ടി നിറയെ കമ്മലാണ്. ഞാനിത് ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഷോളിലുള്ള ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് പിടിക്കണം. ഇത് മാച്ച് ആവത്തില്ല, പക്ഷെ നല്ലൊരു കമ്മലായിരുന്നു. ഇത് മാച്ച് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിടണം.
ഇത് രണ്ടിലും ബെറ്റർ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്ന്. സോ ഇതിടാം. ഇട്ടപ്പോൾ തന്നെ ഒരു ഭംഗി വന്നു എന്നെനിക്ക് തോന്നുന്നു. ഇടാനൊന്നും എനിക്ക് അറിയില്ല. കമ്മൽ ഇങ്ങനെ കാണും തട്ട് കിട്ടുക. ഓക്കെ, ഒരു ന്യൂഡ് മേക്കപ്പാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അല്ലേ. ഞാൻ എന്നോട് തന്നെ പറയുക, കാരണം ഞാൻ എപ്പോഴും കൂടുതലും കുറച്ച് ബോൾഡ് മേക്കപ്പാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡാർക്ക് ലിപ്സ്റ്റിക്ക്, നല്ല റെഡ് കളർ ഐ ഷാഡോ, ആ ഒരു എനിക്കതാ ഇഷ്ടം. പക്ഷേ ഇതൊരു ന്യൂഡാണ്, എനിക്ക് കൊള്ളാൻ കിട്ടിയ ഡ്രസ്സാണ്. അപ്പോൾ ഞാനിത് എന്തായാലും ഇതാണ് നമ്മളെ ലുക്ക്. ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എനിക്കൊരു സുഖം കിട്ടുന്നില്ല. എന്നാലും ഓക്കെ. വള ഇട്ടില്ല കാര്യം. ഈ വള നല്ലേ, ഇത് എല്ലാത്തിനോട് മാച്ചായി പോകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചരട് നമുക്കങ്ങനെ ഭേദഭാവങ്ങളൊന്നുമില്ല. ഇന്ന ദൈവം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാത്തിനും വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ചരട് കെട്ടിക്കൊണ്ട് ഈ ലുക്ക് ചെയ്തുവിടാനൊന്നുമില്ല. വൃത്തിക്ക് ഒരുങ്ങിയിട്ട് പെർഫ്യൂം അടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് എൻ്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂമാണ്. ഞാനങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യാറൊന്നുമില്ല. ബട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ തന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്താ ഈ പെർഫ്യൂം ഇഷ്ടമാണ്. ജാസ്മിൻ സ്മെൽ എനിക്കിഷ്ടമാണ്. സോ നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വീഡിയോ. കൂടുതലും ഷോർട്സ് ആയിരിക്കും ഇടുന്നത്. ലോങ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്ന കുറേ ഹോൾ വീഡിയോസ് ആണ്. അതിനകത്ത് കമ്മലിൻ്റെ ഹോള്, അതുപോലെ തന്നെ വളകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതൊന്നും എനിക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റില്ല, കാരണം ഇങ്ങോട്ടൊക്കെ ഉണ്ട് പറയാനുള്ള. സോ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ഹോൾ വീഡിയോ ആയിട്ട് എടുക്കാം. കാരണം ഷോർട്ട് വീഡിയോ ആകുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് ഒക്കെ ഒന്ന് കാണിക്കാൻ പറ്റും. ഭയങ്കര സ്കില്ലൊന്നുമില്ല, എന്നാലും കാണിക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ സംസാരമായിരിക്കും. കാരണം ഇങ്ങനത്തെ ഏത് ലുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചന്ത പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എൻ്റെ ക്യാമറ ഒക്കെ ചരിഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ലോങ് വീഡിയോയിൽ കൂടുതലും ഹോൾ വീഡിയോസ് ആയിരിക്കും ഇടാൻ വരുന്നത്. കുറേ ഹോൾ വീഡിയോസ് വരാനുണ്ട്. എനിക്കറിയാം ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമാണ് ഹോൾ വീഡിയോസ്, കമ്മൽ, മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മേക്കപ്പ് ഒരുപാട് സാധനം എന്തായാലുണ്ട്. എൻ്റെ ഹോൾ വീഡിയോ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം കാത്തിരിക്കുക. നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങളായിട്ട് വരും. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കതൊന്നും പറഞ്ഞ് ചെയ്തില്ല. എന്നാലും ഈ ഒരു ലുക്കിൽ നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് സീനാക്കി കാണിക്കും. അതൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ പറയാം. സോ ബൈ ബൈ.